എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖ മാസത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും. വൈശാഖ മാസം എന്നില്ല, എപ്പോഴും കൃഷ്ണകഥകൾ കേൾക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ പറയാറുണ്ട്, കഥ പറയുന്ന ആളുകൾക്കും കഥ കേൾക്കുന്ന ആളുകൾക്കും കഥ പറയാനും കേൾക്കാനും സന്ദർഭം ഉണ്ടാക്കിയ ആൾക്കാർക്കും ഒരുപോലെ ഭഗവാൻ അനുഗ്രഹം കിട്ടുന്നതാണ്. അങ്ങനെ അനുഗ്രഹം കിട്ടുന്ന ആ ഭഗവാന്റെ കഥകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് ആരാണ് എന്ന് വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളാണ്, ഈ യുവതലമുറയിൽപ്പെട്ട ആളുകളാണ് ഭഗവാന്റെ കഥകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത്. കാരണം നമ്മുടെ ഈ സനാതനധർമ്മത്തെ ഭാവിയിൽ ഏറ്റെടുത്ത് അതിൻ്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ അത് ആചരിക്കേണ്ടവർ വരുന്ന തലമുറയിലുള്ള കുട്ടികളാണ്. അപ്പം അവർക്ക് മാതൃകയാകുന്ന കഥകൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ, ഭഗവാനിൽ ഏറ്റവും അധികം വിശ്വാസം ഉണ്ടാവാൻ നല്ല നല്ല കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരിൽ തന്നെ ഉദാഹരണങ്ങളുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. ആ കഥ കേൾക്കുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നണം, എനിക്കും ഇതുപോലെ ആകാൻ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മറ്റാരുടെയും അല്ല, സാക്ഷാൽ ധ്രുവന്റെ കഥ. ആ ധ്രുവചരിതമാണ് ലഘുവായിട്ട് നമ്മളിന്ന് നോക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പ്രതിപാദിക്കുന്ന ഈ കഥ എളുപ്പത്തിൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. ഉത്താനവാദൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. ഒരാളുടെ പേര് സുനീതി, ഒരാളുടെ പേര് സുരുചി. സുനീതി എന്ന് പറയുന്ന ഭാര്യയായിരുന്നു ആദ്യത്തെ ഭാര്യ. അദ്ദേഹത്തിന് ആ ഭാര്യയിൽ ധ്രുവൻ എന്ന് പറയുന്ന മകൻ ജനിക്കുന്നു. സുരുചിയാണെങ്കിൽ രണ്ടാമത് വന്ന ഭാര്യയാണ്. കുറച്ചുകൂടെയൊക്കെ സുനീതിയേക്കാൾ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് കൂടുതൽ താല്പര്യം എപ്പോഴും ഈ രണ്ടാമത്തെ ഭാര്യയോടായിരുന്നു. സദാസമയവും അവരുടെ അന്തഃപുരത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ സപത്നിയോട് വിരോധമൊന്നും സുനീതിക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴും സൗഹൃദമായിരുന്നു അവർക്ക് അങ്ങോട്ടുണ്ടായിരുന്നത്. പക്ഷെ സുരുചിയാവട്ടെ സദാസമയവും വിദ്വേഷമായിരുന്നു ഈ സപത്നിയോട്, സുനീതിയോട് വെച്ച് പുലർത്തിയിരുന്നത്. ഒരിക്കൽ ഈ രാജ്യസദസ്സ് നടക്കുന്ന സമയത്ത് പാവൻ ധ്രുവൻ തൻ്റെ അച്ഛൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സ്നേഹം തോന്നി ആ ഓടി സിംഹാസനത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറി അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്നു. മകനെ കണ്ടപ്പോൾ രാജാവിനാണെങ്കിൽ അതിയായിട്ടുള്ള പുത്രവാത്സല്യം ഉണ്ടായി. ആ കുട്ടിയുടെ തലയിൽ അദ്ദേഹം ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുരുചി എന്ന് പറയുന്ന രണ്ടാനമ്മ അങ്ങോട്ട് വരുന്നത്. ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടം നോക്കി. ആ സുരുചിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഉടനെ തന്നെ സുരുചിയുടെ ആക്രോശം ഉണ്ടായി. ധ്രുവന് നേരെ അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. പാവം ധ്രുവന് വലിയ തരത്തിലുള്ള വിഷമമുണ്ടായി. സഭയിൽ അപമാനിക്കപ്പെട്ടു. അത് പോട്ടേന്ന് വയ്ക്കാം, സ്വന്തം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ തനിക്ക് എന്ന് ധ്രുവന് തോന്നി. വളരെയധികം ബഹുമാനത്തോടു കൂടി വിഷമത്തോടു കൂടി രണ്ടാനമ്മയോട് ധ്രുവൻ ചോദിച്ചു, അമ്മേ, ഇതെൻ്റെ അച്ഛനല്ലേ, അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അവകാശം എനിക്കില്ലേ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് അത്യധികം അഹങ്കാരത്തോടു കൂടി സുരുചി പറയുന്നു, നിന്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ നീ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം. അത്രയധികം വിഷമിച്ച് പാവം ധ്രുവൻ അമ്മയുടെ അടുത്തേക്ക് പോയി, സുനീതിയുടെ അടുത്തേക്ക്. അമ്മയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ, ഇതൊക്കെ നമ്മുടെ വിധിയാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ധ്രുവൻ അങ്ങനെ അത് വിധിയാണെന്ന് പറഞ്ഞ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ആരെ പ്രസാദിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഇതിന് തക്ക രീതിയിലുള്ള ഒരു വരം സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ആ സമയത്ത് ആ കുട്ടി 5 വയസ്സോ 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്ന് അറിയില്ല. പല ആളുകളെയും കാണും, ഉപദേശം ചോദിക്കും, ആരിൽ നിന്നും കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും കിട്ടിയില്ല. അങ്ങനെ നടന്ന് അദ്ദേഹം ഒരു വനപ്രദേശത്തെത്തിയ സമയത്ത് അവിടെ സാക്ഷാൽ ശ്രീനാരദ മഹർഷിയെ കണ്ടു എന്നാണ്. നാരദ മഹർഷിയോട് അദ്ദേഹം ഉണ്ടായ കാര്യങ്ങളൊക്കെ വിവരിച്ചു. ആ സമയത്ത് ആദ്യം നാരദ മഹർഷി ആ കുട്ടിയെ ഒന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഉണ്ണി, നീ ചെറിയ കുട്ടിയാണ്. കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു സുഖ സൗകര്യങ്ങളും ഉണ്ടാവില്ല. വനത്തിൽ പോയി തപസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്ലേശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദയവായി ഇപ്പൊ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകൂ എന്ന് ആദ്യം സമാധാനിപ്പിച്ചു. പക്ഷെ ധ്രുവന്റെ ഉള്ളിൽ അത്രയധികം ഭക്തിയും നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ പ്രസാദിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നാണ്. ആ കുട്ടിയിൽ നാരദ മഹർഷി ഒരു ഉത്തമനായിട്ടുള്ള ഭക്തനെ കണ്ടു. അവന് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള
ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം. ധ്രുവൻ അത് ചൊല്ലി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ അദ്ദേഹം അനുഷ്ഠിച്ചു. ഭഗവാന്റെ പ്രസാദം ഉണ്ടായി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ധ്രുവനുണ്ടായിട്ടുള്ള സന്തോഷം എത്രത്തോളാണെന്ന് പറയാൻ വയ്യ. അത്രയധികം ഭഗവാനെ സ്തുതിക്കുന്നു ധ്രുവൻ. അതിനുശേഷം ഭഗവാൻ ചോദിക്കുന്നു, ഉണ്ണി നിനക്ക് എന്ത് വരാണ് വേണ്ടത്? അല്ലേ, നമ്മളൊക്കെ ഭഗവാൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തൊക്കെ വരങ്ങളാണ് ചോദിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാനിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ധ്രുവൻ എന്ന് പറയുന്ന 7 വയസ്സുള്ള കുട്ടി ഭഗവാനെ നേരിട്ട് മുമ്പിൽ കിട്ടിയപ്പോഴും ചോദിച്ചത്, ഭഗവാനെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി അനുഗ്രഹിക്കണേ എന്നാണ്. അതായിരുന്നു നിഷ്കളങ്കത ധ്രുവൻ്റെ. ഭഗവാന് പോലും തോന്നിയതാണ്, ധ്രുവനെ എടുത്ത് കുറച്ചു നേരം എൻ്റെ മടിയിൽ ഇരുത്തിയാലോ, ലക്ഷ്മി ഭഗവതിക്ക് മാത്രം ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആ ഭഗവാന്റെ മടിത്തട്ടിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ധ്രുവൻ. ആ ധ്രുവനെയാണ് ഭഗവാൻ പിന്നീട് ഉയർത്തുന്നത്. അപ്പം നോക്കൂ, നമുക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് വളർത്തിയെടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ ഭക്തരായിട്ടുള്ള കുട്ടികൾ ഒരു തലമുറ നമുക്ക് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന് വേണ്ടി എന്തൊക്കെ ത്യജിക്കാനും ഞങ്ങൾ തയ്യാറാണ്, അതിനെത്രയൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, ഗോപികമാരെ പോലെയൊക്കെയുള്ള അത്യധികം ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അതിനാണ് ശ്രീമദ് ഭാഗവത്തിലെ കഥകളൊക്കെ കുട്ടികൾക്ക് ഈ വൈശാഖ മാസക്കാലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടിയും പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, ഗോപികമാരെ പോലെ ഉത്തമരായിട്ടുള്ള ഭക്തരായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.